ഇന്ന് ഈ ക്രാഫ്റ്റിന് മുന്നേ ഈ ഒരു ഡെസ്ക് ഡെക്കോർ നോക്കി ഞാൻ ചെറുതായിട്ട് കുറച്ച് ചേഞ്ചസ് എല്ലാം ഈ ഡെസ്കിൽ ഉണ്ടാക്കി. നമ്മുടെ ആദ്യം ഇരുന്ന കുറച്ച് സാധനങ്ങളെല്ലാം മാറ്റിയിട്ട് പുതിയ സാധനങ്ങൾ വെച്ച് ഈ ഡെസ്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തു. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ലാൻറ്റേണൊക്കെ ഒന്ന് ലൈറ്റ് ചെയ്ത് തുടങ്ങാം. അതിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് തന്നെ ഇതേപോലെ കുറച്ച് ലാൻറ്റേൺസ് എല്ലാം വെച്ച് ഡെക്കറേറ്റ് ചെയ്തത്. ഇനി ഇന്നത്തെ ക്രാഫ്റ്റിലോട്ട് വരാം. ഇതാണ് ഇന്ന് ചെയ്യാൻ പോകുന്ന ക്രാഫ്റ്റ്. കണ്ടില്ലേ, ഇത് കാണുമ്പോൾ നമുക്ക് ആ ഒരു ബീച്ചൊക്കെ ഓർമ്മ വരൂലേ? കുറേ ആയിട്ട് ഈ ചിപ്പികളൊക്കെ എൻ്റെ കയ്യിലിരിക്കുന്നുണ്ട്. എല്ലാ പ്രാവശ്യം ബീച്ചിൽ പോകുമ്പോഴും ഇതേപോലെ കുറേ ചിപ്പി വാരി പെറുക്കാതെ ഞാൻ വരൂല. അതുകൊണ്ട് ഇങ്ങനത്തെ ഈ ചിപ്പി വെച്ച് എന്ത് ചെയ്യാന്ന് ആലോചിച്ചപ്പോഴാണ് എൻ്റെ മനസ്സിൽ ഇത് വന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം 4 ഐസ്ക്രീം സ്റ്റിക്ക് എടുത്ത് അതിന് നമുക്ക് ഈ മാസ്കിംഗ് ടാപ്പ് വെച്ച് ഒന്ന് കവർ ചെയ്ത് അതിൻ്റെ അതേ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. ഒരു സൈഡ് മാത്രം ഈ മാസ്കിംഗ് ടാപ്പ് വെച്ച് കവർ ചെയ്താൽ മതി. എന്നിട്ട് നമുക്കതിൻ്റെ ഒരു മാസ്കിംഗ് ടാപ്പ് കവർ ചെയ്ത സൈഡിൽ ബ്ലാക്ക് കളർ പെയിൻറ് ചെയ്യണം. നല്ല കറക്റ്റായിട്ട് പെയിൻറ് ചെയ്ത ശേഷം അതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി അടുത്ത് ഒരു പെയിൻറ്റിങ് ചെയ്യണം. നമ്മൾ ആ ഫ്രെയിം കാണിച്ചപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ ഒരു പെയിൻറ് ഉണ്ടായിരുന്നല്ലോ, പെയിൻറ്റിങ് അല്ല പിക്ചർ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇപ്രാവശ്യം ഒരു സീനറി പെയിൻറ്റിങ് തന്നെയാണ് ചെയ്യുന്നത്. നേരത്തെ ആ ഒരു പിക്ചറിൽ കാണിക്കുന്ന ഒരു ബീച്ചാണ്, ഇതൊരു സീനറി തന്നെ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അതിനുവേണ്ടി ഫസ്റ്റ് പർപ്പിൾ, പിന്നെ ബ്ലൂ കളർ, അതിൻ്റെ സെൻറ്ററിൽ കുറച്ച് വൈറ്റ്, ഇതെല്ലാം ഒന്ന് ബ്ലെൻഡ് ചെയ്ത് പെയിൻറ് ചെയ്യണം. ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് പെയിൻറ് ചെയ്താൽ ആ ഒരു സീനറിക്ക് നല്ല ഭംഗിയായിരിക്കും കാണാൻ. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ ആ ഒരു മുകൾ ഭാഗത്തിനെ ഇങ്ങോട്ട് പെയിൻറ് ചെയ്ത് വരണം. കണ്ടില്ലേ, ഇപ്പം നല്ല ബ്ലെൻഡ് ആയിട്ടിരിക്കുന്നില്ലേ? അല്ലാതെ ആ ഒരു കളേഴ്സിൻ്റെ ചേഞ്ച് അതിൽ കാണാൻ പാടില്ല. ഇങ്ങനെ ബ്ലെൻഡ് ആയിരിക്കുമ്പം അത് കുറച്ചുകൂടെ ഒരു സീനറി ആണെന്ന് നമുക്ക് തോന്നും. അതിന് വേണ്ടിയിട്ട് ഇനി കുറച്ച് ബ്ലാക്ക് കളറാണ്. നമ്മുടെ ഈ ഒരു പർപ്പിൾ, ബ്ലൂ അങ്ങനത്തെ സീനറി പെയിൻറ്റിങ്ങിലൊക്കെ ബ്ലാക്ക് ആണല്ലോ കൂടുതലും യൂസ് ചെയ്യുന്നത്. കാരണം നൈറ്റ് ടൈം അല്ലേ, എല്ലാം ബ്ലാക്ക് കളറായിരിക്കും. ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സീനറി ഇതിൽ വരയ്ക്കാം. ഞാൻ എന്തായാലും ചെറിയൊരു സീനറി, അത് യൂട്യൂബിൽ നോക്കിയതൊന്നുമല്ല, എൻ്റെ മനസ്സിൽ ആ സമയത്ത് തോന്നിയ ഒരു സീനറിയാണ് ഞാൻ അവിടെ പെയിൻറ് ചെയ്തത്. പിന്നെ ഈ ഒരു മൂണിനെ വരയ്ക്കലാണ് സീനറി വരയ്ക്കുമ്പോൾ എനിക്ക് ഏറ്റവും ടാസ്ക്. അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഞാൻ ഫസ്റ്റ് ഒരു ഔട്ട്ലൈൻ കൊടുത്തു മൂന്ന്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ മൊത്തം ഫില്ല് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. പെയിൻറ് ചെയ്ത് വന്നതും കിടക്കണം താഴെ ഒരു വര. ഇനിയിപ്പോൾ ആ ഒരു വര എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റണമല്ലോ. അതിന് വേണ്ടിയിട്ട് താഴെ കുറച്ച് ക്ലൗഡ്സായി ഞാൻ കുറച്ച് അവിടെയും പെയിൻറ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ആ ക്ലൗഡ്സ് ആകുമ്പം അവിടെ ഒന്ന് ഫില്ലാവുമല്ലോ. ഇനി 2 സൈഡിലും കുറച്ച് ക്ലൗഡ്സ് കൂടെ ആയാൽ നമ്മുടെ ഈ ഒരു ടൈനി സീനറി പിക്ചർ ഇവിടെ റെഡിയായി. ഇനി അതിൻ്റെ ആ സൈഡിൽ മാസ്കിംഗ് ടാപ്പും കൂടെ എടുത്താൽ അത് കുറച്ചുകൂടി ഭംഗിയായി. കണ്ടില്ലേ, മാസ്കിംഗ് ടാപ്പ് വെച്ചപ്പം അതിന് നല്ലൊരു ഫിനിഷിങ് കിട്ടി. ഇനിയാണ് നമ്മുടെ നെക്സ്റ്റ്. ഫസ്റ്റ് ഞാനുണ്ടല്ലോ ആ നേരത്തെ കാണിച്ച പിക്ചറാണ് ഡ്രോ ചെയ്തത്. അതിൽ പർപ്പിളും ബ്ലാക്കും എല്ലാ കളേഴ്സും ഉണ്ടായിരുന്നു. പക്ഷേ ലാസ്റ്റ് ആയപ്പോൾ അതിൽ ബ്ലാക്ക് മാത്രമേ കാണാനുള്ളൂ. അതുകൊണ്ട് സെക്കൻഡ് പെയിൻറ് ചെയ്തതാണ് ഈ പിക്ചർ. ഇനി നമ്മുടെ ഫോട്ടോ ഫ്രെയിമിൻ്റെ ഈ 2 സൈഡിൽ ഞാൻ കുറച്ച് ഗ്ലൂ ആക്കി കൊടുക്കുന്നുണ്ട്. ഏത് ഗ്ലൂ വേണമെങ്കിലും യൂസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ നേരത്തെ റെസ്റ്റ് എടുക്കാൻ വെച്ച് ആ ഒരു ഐസ്ക്രീം സ്റ്റിക്കിനെ ഇതേപോലെ 2 എണ്ണം ഈ 2 സൈഡിലും ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടുത്തത് ഈ ഒരു ഡൗൺ പോർഷനിലും പിന്നെ അപ്പർ പോർഷനിലുമായിട്ട് കുറച്ച് ഗ്ലൂ ആക്കി കൊടുക്കണം. ഈ ഒരു 2 സൈഡിൽ മാത്രം. അത് അടുത്ത 2 ഐസ്ക്രീം സ്റ്റിക്സും അവിടെ ഒന്ന് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ഭാഗത്ത് കുറച്ചാക്കിയാൽ മതി, കാരണം ആ പേപ്പറിലൊന്നും ആക്കണ്ടല്ലോ, ഈ ഒരു ഐസ്ക്രീം സ്റ്റിക്കിൽ വേണം ആക്കാൻ. അതാണ് നേരത്തെ ഒരു 2 സൈഡിലും പിന്നെ മുകളിൽ ഈ ഐസ്ക്രീം സ്റ്റിക്സിലും. അങ്ങനെ ഈ ഒരു ഐസ്ക്രീം സ്റ്റിക്കും അതിലോട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഫ്രെയിം റെഡിയായി. ഈ പേപ്പർ വെച്ച് ഫ്രെയിം ചെയ്യാൻ ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല. ഇനി അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു ഫ്രെയിം എനിക്ക് ആദ്യം ഉണ്ടാക്കിയ ആ ഒരു ബീച്ച് സൈഡിലുള്ള ഒരു പിക്ചറില്ലേ, അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. കണ്ടില്ലേ, അതിലാകുമ്പോൾ കുറച്ചുകൂടി എന്തോ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി എന്തായാലും ആ ഒരു ബീച്ച് സൈഡ് പോലെ ഇതിനെ ആക്കണമല്ലോ. ഇനി ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ എല്ലാ സൈഡിലും കുറേ ഗ്ലൂ ആക്കണം. എല്ലായിടത്തും നന്നായിട്ട് ഗ്ലൂ ആക്കിയാലേ നമ്മൾ വയ്ക്കുന്ന എല്ലാ സാധനങ്ങളും അതിൽ സ്റ്റിക്കായിട്ട് നിൽക്കുള്ളൂ. അതുകൊണ്ട് ഗ്ലൂ നന്നായിട്ട് ഒഴിക്കണം. ഏത് ഗ്ലൂ ആയാലും കുഴപ്പമില്ല. ഇനിയിപ്പം ഈ ഒരു ഐസ്ക്രീം സ്റ്റിക്സ് കവർ ചെയ്യാൻ മാസ്കിംഗ് ടാപ്പ് ഇല്ലെങ്കിൽ ഐസ്ക്രീം സ്റ്റിക്സിൻ്റെ മുകളിൽ പേപ്പറിനെ സ്റ്റിക്ക് ചെയ്ത് അതിനെ കറക്റ്റായിട്ട് ഐസ്ക്രീം സ്റ്റിക്സിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ മാസ്കിംഗ് ടാപ്പ് വേണമെന്നൊന്നുമില്ല. ഇനി ഇതിൻ്റെ പുറത്തൂടെ ഈ ചിപ്പികളെല്ലാം ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം.
വേറെ ഷെൽസൊക്കെ ഉണ്ടെങ്കിൽ അതും വെച്ച് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ചിപ്പി മാത്രമേ ഉള്ളൂ തൽക്കാലം. അതുകൊണ്ട് ഞാൻ അതെല്ലാം കുറേ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ചിപ്പി വെക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഗ്ലൂ ഒഴിച്ച് അത് നേരെ നിൽക്കും. അല്ലെങ്കിൽ അതൊരു 5 മിനിറ്റ് കഴിയുമ്പം വീണ്ടും പറഞ്ഞു പോരും. ഈ ഒരു ചിപ്പി ആണെങ്കിൽ പൊട്ടിയ ചിപ്പി ആയതുകൊണ്ട് ഞാൻ അവിടെ വെച്ചു. പൊട്ടിയതായാലും നമുക്ക് ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ അതൊരു ഭംഗിക്ക് ഇരിക്കട്ടെ. ഇനി ഈ ഒരു ചിപ്പി എല്ലാം വെച്ചതിന് ശേഷം അടുത്ത പരിപാടി നമുക്ക് ഈ മുത്ത്, കല്ല്, അങ്ങനെ ഫസ്റ്റ് കാണുന്നില്ലേ, ആ ഒരെണ്ണത്തിലുള്ള പോലെ ഇതിലും വെക്കണം. അതിന് അവിടെയും ഇവിടെയും കുറേ മുത്തുകൾ ഇങ്ങനെ ഇട്ട് ഇതേപോലെ ഒന്ന് ചെയ്താൽ മതി. ഞാനിവിടെ കുറച്ച് ഗ്ലിറ്ററും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ബ്ലാക്കിൽ ആ ഗ്ലിറ്റർ കുറച്ചൊരു ഭംഗി ഉണ്ടാകുമെന്ന് വിചാരിച്ചാണ് ആഡ് ചെയ്തത്. പിന്നെ നോക്കിയപ്പോൾ ബ്ലാക്കും അതിനൊരു ചേരാത്ത പോലെ തോന്നി ലാസ്റ്റ് ഫൈനലായപ്പോൾ. എനിക്ക് പക്ഷേ ഫസ്റ്റ് ഉണ്ടാക്കിയില്ലേ, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിനെക്കാട്ടിലും. ഇത് ബ്ലാക്ക് ഐസ്ക്രീം സ്റ്റിക്സ് ആയതുകൊണ്ടാണോ എന്നെനിക്കറിയില്ല, പിക്ചറും കുറച്ച് ചെറുതായിപ്പോയി. എന്തായാലും ഇതിന് ഈ ഗ്ലിറ്ററൊക്കെ ആഡ് ചെയ്ത ശേഷം ഇനി കുറച്ച് ബീഡ്സ് കൂടെ വെച്ചാൽ മതി. വൈറ്റ് കളർ ബീഡ്സ് വെച്ചാൽ ഇതിൽ കൂടുതൽ ഭംഗിയുണ്ടാവും. ഞാനിതിന് കുറച്ച് വലിയൊരു വൈറ്റ് കളർ ബീഡ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അതിൽ സ്റ്റിക്ക് ചെയ്യാൻ മറന്നുപോയി. വീഡിയോ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് എല്ലാം എടുത്ത് വെച്ചപ്പോഴാണ് ആ ഒരു ബീഡിനെ കുറിച്ച് ഞാൻ ആലോചിച്ചത്. എന്തായാലും ഇത്രയും ഞാൻ കുറേ വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലെന്ന് വിചാരിച്ചു. ഇതേപോലെ കുറച്ച് എവിടെന്നെങ്കിലും കിട്ടി കുറേ ബീഡ്സും അങ്ങനെ എല്ലാം ഇതിൽ വെക്കാം. ഞാൻ 2-3 വലിയ ബീഡ്സും ചെറിയ ബീഡ്സും എല്ലാം വെക്കുന്നുണ്ട്. ഫസ്റ്റ് ഉണ്ടാക്കിയ ആ ഒരു ഐസ്ക്രീം സ്റ്റിക്സിൽ കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. കാരണം അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു, ഫസ്റ്റ് ട്രൈ ആയിരുന്നു. അത് കുളമാവോ ഇല്ലേന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. പക്ഷേ അത് സക്സസ് ആയതുകൊണ്ടാണ് ഇതുണ്ടാക്കിയത്. നിങ്ങൾക്ക് ഇതിൽ രണ്ടിൽ ഏതാ ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എനിക്കെന്തായാലും ഫസ്റ്റ് വണ്ണാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ നമ്മുടെ ഡെസ്ക് മേക്ക് ഓവർ എങ്ങനെയുണ്ടെന്നും കമൻറ്റ് ചെയ്യണം. ഓക്കെ.